നമ്മൾ എത്തിയിരിക്കുന്നത് വെറും 2 കിലോമീറ്റർ, പാകിസ്ഥാൻ്റെ അടുത്ത് വെറും 2 കിലോമീറ്റർ ദൂരെ ഉള്ളു. കണ്ടോ കല്ലമ്മല എഴുതി വെച്ചിരുന്നു, യു ആർ 2 കിലോമീറ്റർ അവേ ഫ്രം പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് ആൻഡ് പ്രൗഡ്ലി സ്റ്റാൻഡിങ് അറ്റ് താങ്ക് ദ നോർത്തേൺ മോസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ. അതായത് താങ്ക് എന്ന് പറയുന്ന ഏറ്റവും ലാസ്റ്റ് വില്ലേജിലാണ്, നോർത്തിലെ ഏറ്റവും ലാസ്റ്റ് വില്ലേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ പാകിസ്ഥാനിലേക്ക് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ये शयो नदी है सर, शयो नदी का उस तरफ ग्रीन दिख रहा है सर, ऊपर नीचे दोनों, वो पाकिस्तान है सर, उसका नाम फनू विलेज बोलते हैं सर। हाँ सर, ये नीचे ग्रीन के ऊपर लाइन जैसा रास्ता दिख रहा है ना सर, माउंटेन पे, वो माउंटेन पे इधर कोने में देखो हम लोग का बेकार भी है सर, पाकिस्तान में। हाँ सर, ये पूरा पीक पे अपने इंडिया में. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഭയങ്കര പൊടിക്കാറ്റായിരുന്നു, അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല പൊടിക്കാറ്റായിരുന്നു കണ്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും നല്ല ഒന്നാമതൊരു ബോർഡറാണ്. എല്ലോ സി അല്ലേ, എല്ലോ സി എന്ന് പറഞ്ഞാൽ അതായത് തർക്കഭൂമിയാണ്. അതായത് ഇന്ത്യയും അല്ല പാകിസ്ഥാനും അല്ല എന്ന രീതിയിൽ രണ്ടുപേരും അസ്യൂം ചെയ്ത് കണ്ടോണ്ടിരിക്കുന്നു. അതായത് ഒരു തുല്യ ഒരു മ്യൂച്വൽ അഗ്രിമെൻ്റ് പുറത്ത് ഉള്ളൊരു സംഭവമാണ് എൽ ഒ സി. നിങ്ങളെല്ലാവരും അതിനെപ്പറ്റി പഠിക്കണം എന്താണെന്നുള്ളത്. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സൂം ചെയ്ത് കാണിച്ചു തരാം. ഒരു ചെറിയ കമ്പി 1, 2, 3, 4 നാട്ടിട്ടുണ്ട്. അതാണ് സംഭവം, അതാണ് ബോർഡർ. അതേപോലെ തന്നെ അങ്ങോട്ട് നോക്കിയാൽ ഏകദേശം ഈ നദിയുടെ ഈ സെൻറ്ററിൻ്റെ അപ്പുറത്തേക്ക് പാകിസ്ഥാൻ തന്നെയാണ്. അതേപോലെ തന്നെ ഈ മലയുടെ മേലെ, അതേപോലെ ഈ മലയുടെ മേലെ ഒക്കെ പാകിസ്ഥാനാണ് അധികാരം. ഈ മലയുടെ മേലൊക്കെ അവർക്ക് നിൽക്കാം. നല്ല പൊടിക്കാറ്റ് വീശിയാണ്, കാറ്റ് വീശിയിട്ട് ഇവരുടെ മറ്റേ സാധനങ്ങളൊക്കെ ഇപ്പം ഇതായിക്കൊണ്ടിരിക്കുകയാണ്, പാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ കുറേ സാധനങ്ങൾ പാറി താഴെ എല്ലാം വീണ് ഇവരെല്ലാം സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു ബൈനാക്കുലർ തന്നിട്ടുണ്ട്, ഒരാൾക്ക് 50 രൂപ ബൈനാക്കുലർ നോക്കാൻ വേണ്ടിയിട്ട്. അത് രാജാവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ മലയുടെ കണ്ടോ മേലേക്കൊക്കെ അവർക്ക് കൺട്രോളുള്ള സ്ഥലമാണ്, അവർക്ക് നിൽക്കാം, എല്ലാം ചെയ്യാം. അത് പാകിസ്ഥാൻ്റെ ഒരു ഏരിയ ആയിട്ട് തന്നെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഈ മലയുടെ മേലെ. അപ്പോൾ ഈ ഒരു വില്ലേജിൻ്റെ പേര്, ഇത് ലാസ്റ്റ് വില്ലേജാണ്, താങ്ക് എന്നാണ് ഈ വില്ലേജിൻ്റെ പേര് വരുന്നത്. നമ്മൾ കാശ്മീരിൽ വന്നപ്പോൾ മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, കാശ്മീരിൽ ഏറ്റവും കൂടുതലുണ്ടാവുന്ന ആപ്പിളാണ് അല്ലേ. അതിൻ്റെ മരമൊക്കെ അവിടെ നിന്ന് കാണിച്ചു തന്നല്ലോ. അപ്പം ആപ്പിളിൻ്റെ കൂടെ ഉള്ളൊരു കൃഷി ആപ്രിക്കോട്ടാണ്. ആപ്രിക്കോട്ട് നന്നായിട്ട് ഇവിടെ മരങ്ങളുണ്ട്, ഏകദേശം ആപ്പിളിൻ്റെ പോലെ തന്നെയാണ് സംഭവം. അപ്പം ഇവിടെ കണ്ടോ ഈ ആപ്രിക്കോട്ട്, ഡ്രൈ ആയിട്ടുള്ള ആപ്രിക്കോട്ട് പറിച്ചിട്ട് ഉണക്കിയിട്ട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. കണ്ടോ ഈ സ്ഥലത്തൊക്കെ ഇത് അവിടെ തകർന്ന് കിടക്കുകയാണ്. മറ്റേ ആപ്രിക്കോട്ടിൻ്റെ എണ്ണയാണ് ബോഡി മസാജിന് നല്ലത്. ആപ്രിക്കോട്ടിൻ്റെ എണ്ണയാണിത്. ഇത് ബോഡി മസാജിന് നല്ലതാണ് സാധനം, പക്ഷേ നല്ല വിലയായിരിക്കും. പിന്നെ അത് നമുക്ക് പറയാനും പറ്റില്ല എന്തെങ്കിലും മിക്സിങ് ഉണ്ടോ എന്നുള്ളത്, അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല. പിന്നെ ഉള്ളത് നമ്മളെ ബദാമിനെ പോലെ തന്നെ ഉള്ള സംഭവമുണ്ട്. അതായത് ഇത് കണ്ടാൽ ബദാമാണ്, പക്ഷേ സംഗതി എന്താ വെച്ചാൽ ആപ്രിക്കോട്ടിൻ്റെ കുരുവിൻ്റെ ഉള്ളിലെ കുരുവാണിത്, കുരുവിൻ്റെ ഉള്ളിലെ പരിപ്പ്. അതായത് ആപ്രിക്കോട്ടിൻ്റെ പഴം ഇതാണ്, ഡ്രൈ ആക്കിയതാണ്. അപ്പോൾ ഈ പഴത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഞങ്ങളിപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചാലൊരു കുരുവുണ്ട്. നമ്മൾ ശരിക്കും അതാണ് കുരു. ഓക്കെ, നമ്മളത് കളയും. പക്ഷേ ഇവരത് കളയില്ല. ഇവർ 2 പാറക്കല്ലിൻ്റെ ഇടയിൽ ആ കുരു പൊട്ടിച്ചില്ല, അതിൻ്റെ ഉള്ളിലൊരു കുരു ഉണ്ടാവും. ആ കുരു, ആ പരിപ്പാണിത്, ബദാം പരിപ്പ് തന്നെ. ശരിക്കും ബദാമിൻ്റെ ഏകദേശം അതേ ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ സഫ്രോൺ ഉണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഇവർ വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്രിക്കോട്ടിൻ്റെ ഒരു ചെറിയ 200 രൂപയുടെ ഒരു ചെറിയ പാക്കറ്റ് നമ്മൾ വാങ്ങിയിട്ട്. ഇതന്നെ രണ്ടാൾക്ക് ഒരു 3, 4, 5, 6 ദിവസത്തിന് ഇതന്നെ മതിയായിരിക്കും വാങ്ങിയിട്ട്. പിന്നെ അതുപോലെ ബൈനാക്കുലർ ഒരാൾക്ക് നോക്കിയതിന് 50 രൂപ, അങ്ങനെ ഒരു 100 രൂപ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ താങ്ക് വില്ലേജ് നമ്മൾ ഇന്ത്യയുടെ വില്ലേജും പാകിസ്ഥാൻ്റെ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഫർണു വില്ലേജുമാണ്. ഓക്കെ, നമ്മൾ കാണിച്ചു തന്നല്ലോ, അത് കാണുന്നത് ഫർണു വില്ലേജാണ് അതിൻ്റെ അപ്പുറത്ത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1971 ശേഷമാണ് ഇതങ്ങോട്ടും പിന്നെ ഇന്ത്യയുടെ വില്ലേജ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ബോർഡ് ഓഫ് കൺട്രോളിൽ വന്നത്. ഇതുകൊണ്ട് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇന്ത്യയിലെ വില്ലേജ്, നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ ജീവിക്കുന്നവരുടെ റിലേറ്റീവ്സ് അവിടെയും, അവിടെ ജീവിക്കുന്ന റിലേറ്റീവ്സ് ഇവിടെയുണ്ട്. പക്ഷെ അവർക്ക് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റും എന്നതല്ലാതെ അവർക്ക് തമ്മിൽ എന്താ പറയുക, ഒന്ന് തൊടാനോ മിണ്ടാനോ അങ്ങനെയുള്ള സംഭവം ഒന്നും ഇല്ല. അതായത് ഇപ്പം ഹസ്ബൻഡും വൈഫും വരെ അവിടെയും ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള
പിന്നെ ആൾക്കാർ ഈ വില്ലേജിൽ ഇപ്പോഴും താമസിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ വില്ലേജിൽ ഒരു പക്ഷേ ഹസ്ബൻഡ് ഇവിടെ ആയിരിക്കും, പിന്നെ വൈഫ് അപ്പുറത്തായിരിക്കും, വൈഫ് ഇപ്പുറത്തായിരിക്കും, ഹസ്ബൻഡ് അപ്പുറത്തായിരിക്കും. പക്ഷെ അവർക്ക് അവരവരുടെ പിന്നെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പിന്നെ ഈ പശുവിനെ പരിപാലിക്കുന്നു അങ്ങനെയുള്ള സംഗതികൾ, അല്ലെങ്കിൽ പാടത്ത് ജോലി ചെയ്യുന്നതൊക്കെ ഇവിടെയുള്ള ഹസ്ബൻഡിനോ വൈഫിനോ കാണാൻ പറ്റും. പക്ഷെ ഒന്ന് മിണ്ടാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക, ഒന്ന് പിന്നെ തമ്മിൽ ഒന്ന് എന്താ പറയുക, ഒന്ന് ടച്ച് ചെയ്യാൻ പോലും പറ്റാത്ത, മക്കളാണെങ്കിലും അങ്ങനെ തന്നെ ടച്ച് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ ഇവിടെ തന്നെയുള്ള കഫ്റ്റീരിയയിൽ കയറി 2 ബ്ലാക്ക് ടീ പറഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക് ടീ വന്നിട്ടുണ്ട്. അതേപോലെ ഫ്രഞ്ച് ഫ്രൈസും പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കും, ഹാർഡ് വാട്ടർ ആയതുകൊണ്ടായിരിക്കും ഒരു നമ്മൾ കാപ്പിയൊക്കെ കലങ്ങിയ പോലെ ഒരു ക്ലാരിറ്റി ഇല്ല, ക്ലിയറും ഇല്ല. ഒരു ടേസ്റ്റ് ആണെങ്കിലും ചായപ്പൊടിൻ്റെ യാതൊരു ടേസ്റ്റും ഇല്ല. അതാണ് സംഭവം. ഫ്രഞ്ച് ഫ്രൈസ് നല്ല മുരിഞ്ഞുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തിട്ടുണ്ട്, ക്രിസ്പിയാണ്. ആ ഒരു നോർമൽ ടേസ്റ്റ് അല്ല, പൊരിച്ചെടുത്ത ടേസ്റ്റ് ഉണ്ട്. പിന്നെയും കുഴപ്പമില്ല. ചായ അട്ടർ ഫ്ലോപ്പാണ്. അല്ല, ഈ കളർ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. കാപ്പി കലക്കിയാൽ മതി. നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് പിള്ളേർ തടഞ്ഞു നിർത്തിയിരുന്നല്ലോ, അവർക്ക് വേണ്ടത് ചോക്ലേറ്റും പിന്നെ ഐസ്ക്രീമും ഒക്കെ വേണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് പാവം തോന്നി, കാരണം പിള്ളേർ നമ്മളെപ്പോലത്തെ ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും, അവിടുന്ന് വരുമ്പോഴേ ഇങ്ങനെ പിള്ളേർ തടയുന്നുണ്ട് ഇന്നലെയൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിച്ച് വല്ല കല്ലെടുത്ത് എറിയാനോ അല്ലെങ്കിൽ ചള്ളക്കടിക്കാനോ വിചാരിച്ചാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വല്ല ചോക്ലേറ്റോ അല്ലെങ്കിൽ ഇതൊക്കെ ഈ വരുന്നവർ കൊടുക്കുക. കാരണം ഇതൊരു ഒറ്റപ്പെട്ട് കിടക്കണ ഒരു ഇതാണ്, പിന്നെ എന്താ പറയുക, വില്ലേജാണ്. ഇങ്ങോട്ട് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ എത്രയോ ദൂരം സഞ്ചരിക്കും വേണം. എവിടെയെങ്കിലും ഒരു മഞ്ഞ് വീഴ്ചയോ അല്ലെങ്കിൽ ഒരു പാറ വീണമെന്നുണ്ടെങ്കിൽ ഈ വില്ലേജ് എക്സ്ട്രീംലി ഒറ്റപ്പെടും. പിന്നെ ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ ഫുഡ് കൊടുക്കേണ്ട അവസ്ഥയൊക്കെ, ഇട്ട് കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞ് ചോക്ലേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു തരുമെന്ന്. അങ്ങനെ നമ്മളൊരു 4 പിള്ളേർക്ക് 4 ചോക്ലേറ്റും 4 ഐസ്ക്രീമും സെറ്റ് ചെയ്തിരുന്നു. 4 കണ്ട 4 ഫ്ലേവർ ചോക്ലേറ്റ് വാങ്ങിക്കണം. പിന്നെ അതേപോലെ ഐസ്ക്രീം, മിക്സ്ഡ് ആയിട്ടുള്ള ഐസ്ക്രീംസും. നമ്മൾ തിരിച്ചു പോകുമ്പോൾ പിള്ളേരെ കാണുമില്ലെന്ന് അറിയില്ല. പിള്ളേരെ കണ്ടിട്ടില്ലെങ്കിൽ റൂമിലിരുന്ന് 2 ആളും കൂടി തിന്നേണ്ട അവസ്ഥ വരും. അപ്പോൾ ഈ ബോക്സിലാണ് നമ്മൾ ഐസ്ക്രീം ആക്കിയിട്ടുള്ളത്. 4 ഐസ്ക്രീമാണ് ഇതിലുള്ളത്. ശരിയാനും പാടില്ല, മറിയാനും പാടില്ല, അങ്ങനെ പോകണം. പിള്ളേർ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ടെൻഷൻ. So I found the strength to say it was harder than catching the moon. And when the words fell out, I saw the warmth filling the room. So I gathered the strength to lift it, and you picked it up and laid it down, and you picked me up and I am found. It's without a cause. Sometimes it's just because I think we found it. Oh yeah, we found it again. Oh, it never faded, 'cause you created. And then I found the spark in, whoa, the spark in you. Got easier to see it. The glow, it came pulsing this time. So when you really felt it, എല്ലാവരും ഉണ്ട്, ഒരാൾ മിസ്സിംഗ് ആണ്. അതിന്റെ saw the flame growing more out. I finally let my guard down. Open up the blinds आराम से ओपन करो, अभी ओपन करो, open up my heart, you came through. अभी ओपन करो, अभी ओपन करो. Oh, oh, oh.
Sometimes it's just because I think we found it. Yeah, we found it again. It never fade out, 'cause you created. And then I found the spark in, whoa, the spark in you. The spark in you. It never fade out. And then I found the spark in, whoa, the spark in you. Say hi. Bye bolo, bye bolo, bye bye. Bye bye bye. Bye bolo, bye bye. Bye bye. Hello. Bye bolo na. Bye bye bye. Bye bye. അപ്പോൾ നമുക്കായിട്ട് വാങ്ങിയ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് ഒരാൾ വന്ന് അവർക്ക് നമുക്ക് ഐസ്ക്രീം വാങ്ങി കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ പകരം നമുക്ക് വേണ്ടി വാങ്ങിച്ച ഒരു ചോക്ലേറ്റ് നമ്മൾ വാങ്ങി അതിനെ സന്തോഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പോവാണ്. Wanna get you right now. It's take me like bombing. Heart gon' speed so God splash on my brain. Wanna get you 당장. 매일 답답해. Wanna leave cannon or dash on your favorite place on my brain. Attention you fade, but gave me so bad. You're such a sweet splash on my brain. Attention you fade, but gave me so bad. You're such a sweet. Dancing on my ass like a moon. Mad rat shit in my shoes. Pull up to your bed and never lose. Ship it that we're getting loose. See me now, no can take you off. Go time, babe, please take that off. So if you don't be no need to get. സമയം 9 മണിയായി. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് കടായി ചിക്കനും റൊട്ടിയാണ് 4 എണ്ണം. നമ്മുടെ രാജാവ് പറഞ്ഞിട്ടുള്ളത് ചിക്കൻ നൂഡിൽസാണ്. നമ്മൾ താഴേക്ക് കഴിക്കാൻ വേണ്ടി പോവാണ്. കടായി ചിക്കൻ കണ്ടിട്ട് ഉച്ചക്കുള്ള മറ്റേ ചിക്കൻ കറി പോലെ തന്നെ അല്ലേ? ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. പോയി റൊട്ടീൻ്റെ സോഫ്റ്റ്നെസ് പോയി. ഉച്ചക്ക് കിട്ടിയല്ല. രാജാവ് ഉച്ചക്ക് റൊട്ടി ഓർഡർ ചെയ്തിരുന്നു. അത് നല്ല സോഫ്റ്റ് ആയിരുന്നു. അത് കണ്ട് ഓർഡർ ചെയ്തു. കടായി ചിക്കൻ മസാല എടുത്ത് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. കറി ഓക്കെ.